കൊല്ലത്ത് പണിമുടക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും പണിമുടക്കിനെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ ജാഥയൊക്കെ നടത്തിയിരുന്നു. ഇന്നും ഏകദേശം ഒരു 11 മണിയോടുകൂടി തൊഴിലാളി സംഘടനകൾ പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള ജാഥ ഉണ്ടാവും. നമുക്കറിയാം, ഈ 10 കേന്ദ്ര തൊഴിലാളി സംഘടനകളും ദേശീയ തൊഴിലാളി ഫെഡറേഷനും ചേർന്നാണ് ഈ ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇപ്പോഴും ഇവിടെ പണിമുടക്ക് തുടരുന്ന സാഹചര്യമുണ്ട്. അത് രാവിലെ തുറക്കേണ്ട കടകൾ പോലും ഇതുവരെ തുറന്നിട്ടില്ല. അതുപോലെ തന്നെ KSRTC ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ദീർഘദൂര ഒരു സർവീസ്, അപൂർവം ചില സർവീസുകൾ മാത്രം ഈ ബസ് സ്റ്റോപ്പിൽ വന്ന്, അതായത് ബസ് സ്റ്റാൻഡിൽ വന്ന് പോകുന്നു. അത് യാത്രക്കാരും തന്നെ ഇല്ല, വിജനമാണ്. എന്തായാലും ഇപ്പോൾ ഇനി ഈ കടകളൊക്കെ തുറന്ന് വരേണ്ട സമയമാകുന്നേ ഉള്ളൂ. എങ്കിൽ പോലും രാവിലെ തുറക്കേണ്ട കടകൾ എല്ലാം അടഞ്ഞു കിടക്കുന്നു. അവശ്യ സർവീസുകളെല്ലാം തന്നെ ഈ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പാൽപത്രമൊക്കെ രാവിലെ തന്നെ അത്തരം വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. പിന്നെ എടുത്തു പറയാൻ മറ്റൊരു കാര്യം, ജില്ലയിലെ ഉത്സവങ്ങളുടെ ഒരു സമയമാണ്. മിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ ചില ദേവാലയങ്ങളിൽ കൺവെൻഷനുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള യാത്രയ്ക്ക് പോകുന്നവരെ ഈ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടകരെ ഒഴിവാക്കിയിട്ടുണ്ട്. മാരാമൺ കൺവെൻഷൻ നടക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ. അവിടേക്ക് പോകാനുള്ള വാഹനങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പണിമുടക്ക് തുടരുകയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും 11 മണിയോട് കൂടിയായിരിക്കും മറ്റ് ഈ സമരാനുകൂലികളുടെ ഒരു ജാഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇതുവരെയും ബസ്സുകളൊന്നും തന്നെ ഓടുന്നില്ല. എല്ലാം ബസ്സുകളെല്ലാം നിർത്തിയിട്ടാക്കുകയാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി വയനാട്ടിലേക്ക് പോകുമ്പോൾ ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജയരാജ്, വയനാട്ടിലെ നിലവിലെ സാഹചര്യം എന്താണ്? കോഴിക്കോടൊക്കെ നിരവധി ആളുകളാണ് വയനാട്ടിലേക്ക് വരാൻ വാഹനമില്ലാതെ അവിടെ കാത്തു നിൽക്കുന്നത്. വയനാട്ടിലും ഇതേ സാഹചര്യം തന്നെയാണോ ഉള്ളത്? അനുശ്രീ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്ക് ഇതുവരെ വയനാട്ടിൽ പൂർണ്ണമാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പണിമുടക്ക് തുടങ്ങിയത്. ഇതിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കണമെങ്കിൽ ഏകദേശം 10 മണി വരെ അടുക്കണം. എന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ചില സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ടെങ്കിലും മറ്റു വാഹനങ്ങളൊന്നും ഓടുന്നില്ല. അതുപോലെ തന്നെ KSRTCയുടെ സർവീസ് ദീർഘദൂര ബസ്സുകൾ ഏതാണ്ട് ഒരു 3 മണി 4 മണിയോടെ സർവീസ് നടത്തിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ സർവീസുകളൊന്നും അല്ലെങ്കിൽ ലോക്കൽ സർവീസുകളൊന്നും തന്നെ നടത്തുന്നില്ല. അതുപോലെ തന്നെ അയ്യപ്പന്മാരുടെ വാഹനങ്ങളെല്ലാം പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വാഹനങ്ങൾ തടയുക അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഒരുപക്ഷെ സമരാനുകൂലികളൊക്കെ എത്താനുള്ള ഒരു സമയമാകുന്നുള്ളൂ. എന്തായാലും സംയുക്ത കർഷക മോർച്ചയും CPM, CPI അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഇതൊരു സമ്പൂർണ്ണ പണിമുടക്കായി തന്നെ പറയാൻ കഴിയും. ജില്ലയിൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ അറിയുന്നത്. നിരത്തിലിറങ്ങുന്ന അപൂർവം വാഹനങ്ങൾ മാത്രമാണുള്ളത്. ആവശ്യങ്ങൾ ന്യായമായതിനാൽ തന്നെ എല്ലാവരും ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് തോട്ടം തൊഴിലാളികളൊക്കെ നിരവധി ആളുകൾ ജോലിക്ക് ഇറങ്ങേണ്ടതാണ്. പക്ഷെ എല്ലാവരും ഈ പണിമുടക്കിന് അനുകൂലിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CITU, INTU, CITUC തുടങ്ങിയ എല്ലാ സംഘടനകളും ഈ പണിമുടക്കിലുണ്ട് എന്നുള്ളത് തന്നെ ഇതൊരു ബന്ദിന്റെ പ്രതീതിയായി നമുക്ക് കാണാൻ കഴിയും. അനുശ്രീ, ശരി. ജയരാജ് ബത്തേരിയാണ് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശിനാരായണൻ, എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? പണിമുടക്ക് ഏത് രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത്? മാരാമൺ കൺവെൻഷനെയൊക്കെ ഒഴിവാക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, പത്തനംതിട്ടയിലെ പണിമുടക്ക് പൂർണ്ണമാണ്. അതേസമയം 2 പഞ്ചായത്തുകളെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് കോഴഞ്ചേരി പഞ്ചായത്തിനെയും തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. അത് 2 ഒഴിവാക്കാൻ കാരണം, ഒന്ന് മാരാമൺ കൺവെൻഷനും അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ കൺവെൻഷന്റെ ഭാഗമായുള്ള ദീപശിഖ പ്രയാണം, മഞ്ഞിനിക്കര തീർത്ഥാടനം, ഈ 3 തീർത്ഥാടനം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഒപ്പം ശബരിമലയും നട തുറക്കുന്നത് വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടകരെ യാത്രയിൽ നിന്നും ഈ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. പക്ഷേ ഈ 2 കാര്യങ്ങൾ, അതായത് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന കാര്യമാണ്, അവിടെ തീർത്ഥാടകർ വരണം. അതുകൊണ്ട് തന്നെ മറ്റു ആ മേഖലയിലുള്ള ബസ് സർവീസ് മറ്റു കാര്യങ്ങളൊക്കെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവരെ ബുദ്ധിമുട്ടിക്കാതാണ് പണിമുടക്ക്. എന്തായാലും ഈ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്ന രാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് ജില്ലയിൽ തുടരുന്ന നിലവിൽ പൂർണ്ണമായും പത്രങ്ങൾ, ആവശ്യ സർവീസുകളൊക്കെ മറ്റു കാര്യങ്ങളിലൊക്കെ തടസ്സമില്ലാതെ നടക്കുന്നുണ്ട്. അതേസമയം പണിമുടക്കിനോട് ജനങ്ങൾ
ജനങ്ങൾ സഹകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ഒരു 10-11 മണിയോടുകൂടി തന്നെ ഒരു പ്രകടനം കാണും. അതിനുശേഷം ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ തന്നെ പണിമുടക്ക് വിജയിപ്പിക്കുക എന്നൊരു രീതിയാണ് ഇപ്പൊ നേതാക്കന്മാർ എടുത്തിട്ടുള്ളത്. എന്തായാലും പത്തനംതിട്ടയിലെ പണിമുടക്ക് പൂർണ്ണമാണ്. ശബരിമല നട തുറക്കുന്നതുകൊണ്ട് തീർത്ഥാടകർ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശബരിമല തീർത്ഥാടകരെയും അതുപോലെ തന്നെ മഞ്ഞനിക്കര പള്ളി അവിടെ തീർത്ഥാടനമുണ്ട്. ആ തീർത്ഥാടനവും അതുപോലെ തന്നെ തിരുവൾപ്പുഴ കൺവെൻഷൻ ദീപശിഖാ പ്രയാണം അതിന്റെ ഭാഗമായുള്ള ദീപശിഖാ പ്രയാണം ഇതെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ അതായത് കോഴഞ്ചേരി തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം രാവിലെ മുതൽ ദീർഘദൂര സർവീസുകളെല്ലാം മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ട്. പ്രാദേശിക തരത്തിലുള്ള മലയോര മേഖലയിലേക്കുള്ള സർവീസുകളും മുടങ്ങുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ തീർത്ഥാടനം നടക്കുന്ന അതായത് കൺവെൻഷനും തിരുവൾപ്പുഴ ഈ ദീപശിഖാ പ്രയാണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ കാര്യങ്ങളിലെല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോഴും രാവിലെ മുതലുള്ള ഈ പണിമുടക്ക് തുടരുകയാണ്. പൂർണ്ണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ 2 പഞ്ചായത്തുകളെ മാത്രമാണ് ജില്ലയിൽ നിന്നും ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അനുശ്രീ. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി ഡാൻ കുര്യനിലേക്ക് പോവുകയാണ്. ഡാൻ, പലയിടത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ജില്ലയിലൊക്കെ പണിമുടക്ക് പൂർണ്ണമാണ്. കോഴിക്കോടും മലപ്പുറത്തും പത്തനംതിട്ടയിലുമൊക്കെ. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ്? ഏകദേശം 10:30 പലയിടത്തും ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് 10:30 ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്ഭവനിലേക്കായിരിക്കും ഈ പ്രതിഷേധ മാർച്ച് നടക്കുക. എന്തായാലും നിലവിൽ സമാധാനപരമായാണ് 7 മണിക്കൂർ പിന്നിടുമ്പോൾ ഈ പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രകടനങ്ങൾ നടക്കും എന്നാണ് അറിയുന്നത്. സെക്രട്ടേറിയറ്റ് പരിസരത്തേക്കും രാജ്ഭവൻ പരിസരത്തേക്കുമായാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുക. നമുക്കറിയാം ശബരിമലയിൽ നട തുറക്കുന്ന ദിവസമായതിനാൽ ശബരിമല ദർശനത്തിനായി എത്തുന്ന നിരവധി ആളുകളും ഈ റെയിൽവേ സ്റ്റേഷനിലും മറ്റും വന്നിറങ്ങുന്നുണ്ട്. എന്നോടൊപ്പം കുറച്ച് ഭക്തർ ചേരുന്നു. എവിടുന്നാണ് വരുന്നത്? తెలంగాణ మాది. తెలంగాణ. ఓకే. పణముడకాడని അറിഞ്ഞിരുന്നാ? శబరిమలకి వెళ్తున్నాం. ఓకే. ఇప్పుడు పద్మనాభ స్వామి టెంపుల్ దర్శనం అయినా. ఓకే. పద్మనాభ స్వామి క్షేత్రത്തിൽ స్ట్రైక్ ఆണെന്ന് അറിഞ്ഞിരുന്നാ? కంప్లీట్ స్ట్రైక్ అంటున్నారు. స్ట్రైక్ అన్ని బంద్ అంటున్నారు. ఏం తెలవట్లేదు. హోటల్ కూడా లేవు. నో ఫుడ్. റെയിൽവേ ക്യാൻറ്റീൻ ഇസ് ദേർ. ഓക്കെ. അവർ തെലങ്കാനയിൽ നിന്ന് എത്തിയതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയവരാണ്. അതായത് ഇവിടെ ഇങ്ങനെ പണിമുടക്കാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഭക്ഷണം കഴിക്കാനായി റെയിൽവേയുടെ ക്യാൻറ്റീനുണ്ട്, അവിടേക്കാണ് പോകുന്നത്. എന്തായാലും അത്തരത്തിൽ പണിമുടക്ക് കാര്യമായി ആളുകളെ ബാധിച്ചിട്ടില്ല ഇവിടെ. പക്ഷേ വരുന്ന മണിക്കൂറുകൾ എന്താ സ്ഥിതി എന്നറിയത്തില്ല. എവിടെ പോകുന്നു ചേട്ടാ? നെയ്യാറ്റിൻകരയാണ്. വീട് നെയ്യാറ്റിൻകരയാണ്. എവിടെ പോവാ? ഞാൻ ആശുപത്രി വന്നതാണ്. എവിടെ? മെഡിക്കൽ കോളേജിന്റെ. പോയില്ലേ? വാഹനം ഉണ്ടായിരുന്നു? അല്ല, ട്രെയിൻ ഉണ്ട്. അങ്ങോട്ട് 8:45 അങ്ങോട്ട് തിരിച്ചു പോവാ. അപ്പൊ ഞാൻ നെയ്യാറ്റിൻകര നഗരസഭയുടെ അകത്ത് മരിച്ചുപോയ ആളും കൂടെയാണ്. നെയ്യാറ്റിൻകര നഗരസഭയുടെ അകത്ത് മരണപ്പെട്ടു പോയ ആളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലാണ്. അതായത് വിവിധ ആളുകൾ പല മേഖലകളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നിന്ന് പോലീസ് ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ഒരു സൗകര്യപ്രദമായി മാറുന്നത്. പ്രത്യേകിച്ച് RCCയിലും മെഡിക്കൽ കോളേജിലുമൊക്കെ പോകാനായി എത്തുന്ന രോഗികൾക്ക് മറ്റുമായി പ്രത്യേക ക്രമീകരണങ്ങൾ സ്വകാര്യ ഏജൻസികൾ അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ സേവാഭാരതിയുടെയൊക്കെ നിരവധി ആംബുലൻസുകളാണ് റെയിൽവേ സ്റ്റേഷനകത്ത് രാവിലെ മുതൽ തന്നെ തുടർച്ചയായി സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് കുറഞ്ഞിട്ടില്ല. അതായത് രോഗികളെയും അതോടൊപ്പം അവരുടെ ബന്ധുക്കളെയും അതോടൊപ്പം മെഡിക്കൽ കോളേജിലേക്കും പിന്നെ RCCയിലേക്കും എത്തുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായ സർവീസുകൾ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ മുതൽ തന്നെ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനകത്തും പുറത്തുമൊക്കെ അവരതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പമാണ് മറ്റ് സന്നദ്ധ സംഘടനകളും സമാനമായ തരത്തിൽ ആംബുലൻസ് സർവീസുകളും മറ്റ് വാഹന സൗകര്യവുമൊക്കെ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതായത് ഇത്തരം പണിമുടക്കാണ് അല്ലെങ്കിൽ അതിനൊരു ബന്ധിൻ്റെ സ്വഭാവമുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഈ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ തുടർച്ചയായി ഈ രോഗികളെയും അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അന്യനാടുകളിൽ നിൽക്കുന്നവരെയൊക്കെ സഹായിക്കാനായി തലസ്ഥാനത്ത് വളരെ മാതൃകാപരമായ ഇടപെടലുകൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് തീർച്ചയായിട്ടും കാണാതിരിക്കാൻ കഴിയില്ല. കാരണം പുലർച്ചെ മുതൽ അത് തന്നെയാണ് കാഴ്ച. അറിയാനുള്ളത് വരും മണിക്കൂറുകളിൽ ഈ പണിമുടക്ക് പുരോഗമിക്കുമ്പോൾ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകളും നേതാക്കളും പ്രവർത്തകരുമൊക്കെ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം വരും. അപ്പോൾ ഈ വാഹനങ്ങൾ ഇങ്ങനെ നിരത്തുകൾ
റോഡുകളിലൂടെ സുഗമമായി ഓടുമോ ഇല്ലയോ ആ കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും 10:30 തന്നെ ഈ പ്രതിഷേധ മാർച്ച് രാജ്ഭവൻ ലക്ഷ്യമാക്കി സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 10:30 പ്രതിഷേധ മാർച്ച് നടക്കും. അതിനുശേഷം ഇത്തരത്തിൽ വാഹനങ്ങൾ നിരത്തിൽ ഓടുമോ, അതിന് അങ്ങനെ ഓടാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. നിലവിൽ പലയിടങ്ങളിലും പണിമുടക്ക് പൂർണ്ണമാണ്. തലസ്ഥാനം അടക്കമുള്ള ഇടങ്ങളിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ തക്ക രീതിയിൽ വാഹനങ്ങളടക്കം അധികൃതർ ഒരുക്കി നൽകുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. മലപ്പുറത്തേക്കും കോഴിക്കോട്ടേക്കും ഒക്കെ വരുമ്പോൾ ജനങ്ങൾ വലിയ രീതിയിൽ വാഹനം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങളൊക്കെ വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് ഇതിന്റെ അപ്ഡേഷനൊക്കെ അറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.